അപ്പോഴേ നമ്മൾ സർവമായ ആ പടത്തിനെക്കുറിച്ച് നമ്മളൊന്ന് ചർച്ച ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും കണ്ടവരുണ്ടാവാം, കാണാത്തവരുണ്ടാവാം. കണ്ടവർക്ക് വേണ്ടിയും കാണാത്തവർക്ക് വേണ്ടിയും കണ്ട ഞാൻ പറയുന്നു. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ഉൾക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് സിനിമ കാണുന്നവർക്ക് സിനിമ കാണാം. എനിക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ സത്യൻ അന്തിക്കാടിൻ്റെ മകനാണ് അഖിൽ സത്യൻ. സത്യൻ അന്തിക്കാടിൻ്റെ എന്തെങ്കിലുമൊക്കെ ഗുണം മകനിൽ ഉണ്ടാവുമല്ലോ എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ട്. അതൊക്കെ അസ്ഥാനത്താവണമെന്നൊരു പടമാണ് അതൊക്കെ. നമ്മുടെ സർവമായ ആയുഷ്കാലം എന്ന് പറഞ്ഞിട്ടൊരു കമലിൻ്റെ ഒരു പടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമലിൻ്റെ പടം കണ്ടവർക്ക് അറിയാം, കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി കാണാം. ആ പടത്തിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വെക്കാണ് അഖിൽ സത്യൻ അന്തിക്കാട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സിനിമ പോയിരിക്കുന്നത്. സിനിമേനെക്കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് പടം. നമ്മൾ പണ്ടാര പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അമ്മായി മീശ വെച്ചാൽ അമ്മാവനാവില്ല എന്നുള്ളത്. അതാണ് ഞാൻ നമ്മുടെ നിവിൻ പോളിയോട് പറയണത്. അമ്മായി മീശ വെച്ചാൽ അമ്മാവനാവില്ല. നിങ്ങളുടെ ഒരു ബോഡിയിലെ ലാംഗ്വേജ് ഉണ്ട്, അത് കോമഡിക്ക് വഴങ്ങണതല്ല. നിങ്ങൾ ഒരു കാരണവശാലും മോഹൻലാൽ ആവാനോ ദിലീപ് ആവാനോ ശ്രമിക്കേണ്ട. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആവറേജിലും താഴെ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇതിൽ നമുക്ക് എടുത്തു പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെയുള്ളത് നമ്മുടെ അജ്ജു വർഗീസ്. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ജനാർദ്ദൻ സാറ്, അദ്ദേഹം കുറേ നാളായി സിനിമയിലൊക്കെ മാറി നിൽക്കാറുണ്ട്. ഇപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ അവസാനം എൻ്റെ പൊന്നെ പെറ്റമ്മ സഹിക്കില്ല, ഒരു കൂതറയായിട്ടാണ് ഈ പടത്തിൻ്റെ അവസാനം കൊണ്ടുവന്നത്. പിന്നെ നിവിൻ പോളി ഒരുപാട് ഓവറാണ്. ഇത്രയ്ക്കൊന്നും ഓവറാവണ്ട. ഈ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മായി മീശ വെച്ചാൽ ഒരിക്കലും അമ്മാവനാവില്ല. അതാദ്യം മനസ്സിലാക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ അഖിൽ സത്യൻ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കണ്ടൻറ്റും അതിൻ്റെ ഉള്ളിലത്തെ സെൻറ്റിമെൻസും ഒന്നും കറക്റ്റായിട്ട് വർക്കൗട്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു പടത്തിനെ ബേസ് ചെയ്ത് ആ പടത്തിൻ്റെ കഥ അടിച്ചു മാറ്റി വേറെ രൂപത്തിൽ അതിൻ്റെ പ്രേതമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കാര്യഗൗരവമില്ലാത്ത ഒരു പ്രേതകഥ വേണമെന്ന് പറയാം. തമാശ കലർന്ന ഒരു പ്രേതകഥ എന്ന് പറയാം. എന്നാൽ പ്രേതകഥയാണോ? ഈ ആയുഷ്മാൻ ഭവ പഴയ കുപ്പിയിൽ നിന്നെടുത്ത് പഴയ കുപ്പിയിൽ നിന്നുള്ള പുതിയ കുപ്പിയിലാക്കി കഴിഞ്ഞാൽ ആൾക്കാരെ ഇങ്ങോട്ട് മിണിങ്ങിക്കൊള്ളോ? ഇപ്പോഴത്തെ ജനറേഷൻ ഇതറിയില്ല ഈ ഇങ്ങനെ ഒരു സിനിമ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് കയറി കണ്ടാൽ കൊള്ളാം. പിന്നെ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് സീസണാണ്. മറ്റുള്ള പടങ്ങളെല്ലാം പൊളിയാണ്. സർവമായ പൊളിഞ്ഞു. അതേപോലെ തന്നെ ഋഷഭ പൊളിഞ്ഞു. മിണ്ടും പറഞ്ഞിരിക്കുന്ന ഉണ്ണിമോഹൻ്റെ പടം പൊളിഞ്ഞു. നമ്മുടെ അബീരമോഹൻ്റെ പടം പൊളിഞ്ഞു. അതിനും ആളില്ല. പടം വലിയ തിരക്കില്ലാത്തൊരു പടമാണ്. ഇതിനേക്കാളൊക്കെ മെച്ചപ്പെട്ടൊരു പടമാണ് അബീരമോഹൻ്റെ പടം. എന്നിട്ട് പോലും അവിടെ ആളില്ല. എന്ത് ചെയ്യാം? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാമിലി ട്രെൻഡിങ് വെച്ചിട്ട്, ഫാമിലി പടം എന്ന് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ തള്ളി മറിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പടത്തിന് 10 ആൾ കയറുന്നത്. ഇതല്ലാണ്ട് നല്ല സിനിമ ആയതുകൊണ്ടോ വലിയ ടോപ്പ് സിനിമ ആയതുകൊണ്ടൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് തല വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത എന്തോ ഏതിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ തന്നെ. പിന്നെ ഈ ഒരു ട്രാക്ക് പിടിച്ചത് നമ്മുടെ ഒരു പുതുമീന് നവിൻ പോളിയുടെ മസൽ പിടിച്ച് ഫോട്ടോസ്റ്റാറ്റ് അഭിനയമായിരുന്നു. അതിൽ നിന്ന് ഒരു മോചനം, അത് നവിൻ പോളിക്ക്, നമുക്കല്ല.